ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ബിടെക് അല്ലെങ്കിൽ എംടെക് യോഗ്യതയുള്ളവരിൽ നിന്നും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ KSCRC ആണ് ഇപ്പോൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ബിടെക് അല്ലെങ്കിൽ എംടെക് യോഗ്യതയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. 1 വർഷത്തേക്കാണ് ഇന്റേൺഷിപ്പ് കാലാവധി ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് 200 രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു ബോണ്ട് തയ്യാറാക്കേണ്ടതാണ്. ഈ പോസ്റ്റിലേക്കുള്ള പ്രായം കണക്കാക്കുന്നത് ജൂൺ 1, 2025 വെച്ചാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിട്ടുള്ള ബിടെക് ഗ്രാജുവേറ്റ്സിന് 23 വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിട്ടുള്ള എംടെക് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് 25 വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ലാറ്ററൽ എൻട്രി ഗ്രാജുവേറ്റ്സിനും ഈ ഇന്റേൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അവരുടെ ഏജ് ലിമിറ്റ് 24 വയസ്സായിരിക്കും. മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജുകളിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കേണ്ടതാണ്. കാൻഡിഡേറ്റ്സിന് മിനിമം 80% മാർക്ക് 10ാം ക്ലാസ്സിലും +2 ഉണ്ടായിരിക്കേണ്ടതാണ്. ഗ്രാജുവേഷന് മിനിമം 6.5 CGPA എങ്കിലും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 25,000 രൂപയാണ് മാസം സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത്. പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി 25/3/2025 ആണ്. അപ്ലൈ ചെയ്യുന്നവരിൽ നിന്നും ഓൺലൈൻ ടെസ്റ്റ് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് വരുന്ന സിലബസും ഇതിനോട് കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ലെവൽ 50 ക്വസ്റ്റ്യനും, ഇംഗ്ലീഷ് ലാംഗ്വേജ് 10, ലോജിക്കൽ റീസണിംഗ് 10, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 10, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി പ്രാക്ടീസ് 10, ജനറൽ നോളജ് 10 എന്നിങ്ങനെ 100 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഈ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശേഷം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. erckerala.org എന്ന വെബ്സൈറ്റിൽ ഇന്റേൺഷിപ്പ് എന്ന പോർട്ടലിൽ ഇതിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഇതിൽ പോയി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ പോയി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിടെക് എംടെക് യോഗ്യതയുള്ള ഫ്രഷ് കാൻഡിഡേറ്റ്സിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യുവാൻ വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കുമെന്ന് കരുതുന്നു. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.